ഹലോ ഗൈസ്, അങ്ങനെ UK സമ്മറിലേക്കായി. നല്ല വെയിലാണിന്ന്, നല്ല ചൂടും വെയിലുമാണ്. കണ്ടോ, സമ്മറായപ്പോൾ നമ്മുടെ വീട്ടിലുള്ള റോസയാണ് നല്ല പൂത്തൊലഞ്ഞു നിൽക്കുകയാണ്. ഇനി മെയിൻ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗാർഡൻ ഫുള്ള് കാട് കയറി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമ്മുടെ കൂന്താലി തൂമ്പയൊക്കെ ഇല്ല, അത് നമുക്കിവിടെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. അങ്ങനെ ഞാൻ കൂന്താലും തൂമ്പയൊക്കെ വാങ്ങി പതുക്കെ അങ്ങ് പണി തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കാട് പിടിച്ച് കുളമായിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോകും. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ, കേട്ടോ, കണ്ടു നോക്ക്. അപ്പോൾ ഇതാണ് ഗാർഡൻ. നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ വാങ്ങിയത് ഈ സ്ഥലം. അപ്പോൾ ഇതിലും ഭയങ്കര കാടായിരുന്നു, ഒരുമാതിരിയൊക്കെ വെട്ടിത്തെളിച്ച് വന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം വീണ്ടും എന്തേ സമ്മർ ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് വളർന്ന് പൊങ്ങി വരികയാണ്. അപ്പോൾ നേരെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയാണ്, ഇവിടെ വന്നിരിക്കാനും നല്ല എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു വലിയൊരു ഗാർഡനാണ് ആക്ച്വലി ഇത്. അപ്പോൾ അത്യാവശ്യം പണിയെടുക്കണം. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്കിവിടെ ഓൺലൈനിലും അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ കൂന്താലിയും തൂമ്പായൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. 2 വാങ്ങി, ഒരു തൂമ്പായും ഒരു കൂന്താലിയും വാങ്ങി. അങ്ങനെ പതുക്കെ ഞാൻ പണി തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത്യാവശ്യം നല്ല പണി നടക്കുന്നുണ്ട്, നല്ലവണ്ണം പുല്ലൊക്കെ പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെയല്ല, അല്ലാതെ ഒക്കെ വെട്ടിക്കളയുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യമാണ് എല്ലാം ഒന്ന് നല്ലവണ്ണം സെർച്ച് ചെയ്ത് തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ പിള്ളേരും ഉണ്ട് കൂടെ, കേട്ടോ. അവരും നമ്മൾ പിള്ളേരെയും കൂടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്കും സമയം പോകും. അല്ലെങ്കിൽ അവർ വീട്ടിൽ വെറുതെ കുത്തിയിരുന്ന് TV കണ്ടും അല്ലെങ്കിൽ മൊബൈൽ നോക്കിയും അവർ പിന്നെ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുമാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പിള്ളേരെ അങ്ങ് കൂടെ കൂട്ടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അവരും എൻജോയ് ചെയ്യും, അവർ കാര്യങ്ങളൊക്കെ പഠിക്കും അന്നേരം. അപ്പോൾ അവരും കൂടെ വന്നിരുന്ന് അവരെയും കൊണ്ടും പറ്റുന്ന രീതിയിൽ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് ചെയ്യുന്നുണ്ട് അവരും. അപ്പോൾ നമുക്ക് ഈ വെട്ടുന്ന ഈ പുല്ലുകളൊക്കെ നമ്മുടെ കൗൺസിലിൻ്റെയൊക്കെ ബിന്നുണ്ട്, ഗാർഡൻ ബിന്നുണ്ട്. അപ്പോൾ അതിലിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോയിക്കോളും, നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പതുക്കെ കുറേശ്ശെ ഒരു ചെറിയ ഇതിലാക്കിയിട്ട് നമ്മുടെ ഗാർഡൻ്റെ വലിയ ബിന്നുണ്ട്, അതിൽ കൊണ്ട് ഇട്ട് നിറച്ച് വെക്കും. അപ്പം ഒരാഴ്ചയല്ല, ഒന്നിടവിട്ടുള്ള ആഴ്ചകളിൽ അവർ ഇത് കളക്ട് ചെയ്യും വന്നിട്ട്. അപ്പോൾ നമുക്ക് ഈസിയാണ്, അവർ കൊണ്ടുപോയിക്കോളും. അപ്പോൾ വൈഫ് ഡ്യൂട്ടിയിലാണ്, അവളിനി വൈകുന്നേരം വരത്തുള്ളൂ. അപ്പോൾ പിള്ളേരും ഞാനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. 2 പേരും പണിയൊക്കെ എടുത്ത് തളർന്നു. അപ്പോൾ കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, അപ്പോൾ അത് 2 പേർക്കും ചൂടാക്കി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു.